നോട്ട്ബുക്ക് കൂടി കയ്യിൽ വെച്ചോളണം. ടെക്സ്റ്റ് തൽക്കാലം വേണ്ട. നമ്മളിന്ന് +1 പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഗ്രാമർ പോർഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. +1 ഇംഗ്ലീഷിലെ ഗ്രാമർ പോർഷനിൽ നിന്ന് ഏതൊക്കെ ചോദ്യങ്ങൾ ഏതൊക്കെ രീതിയിൽ ചോദിക്കാം. അപ്പോൾ നമ്മൾ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. ഓക്കെ, 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളും ചെറിയ ചെറിയ അഡീഷൻസും ഒക്കെ ഇതിൻ്റെ കൂട്ടത്തിലുണ്ട്. അത്രേ ഉള്ളൂ. 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള ഗ്രാമർ തന്നെയാണ്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ചധികം കാര്യങ്ങൾ കൂടി നമ്മൾ പഠിക്കും. അപ്പോൾ പ്രോബബിൾ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ പാർട്ടിയിൽ നിന്നാണ് വരുന്നതെന്ന് പറയാമല്ലോ. പ്രത്യേകിച്ച് റിപ്പോർട്ടഡ് സ്പീച്ച്. 1 റിപ്പോർട്ടഡ് സ്പീച്ച്. ഓക്കെ. 2 കറക്റ്റ് ടെൻസ് ഫോം. 3 പാസീവ് വോയിസ്. 4 കൊഹസീവ് ഡിവൈസസ്. 5 കണ്ടീഷണൽ സെൻറ്റൻസസ്. ഓക്കെ, 5 കണ്ടീഷണൽ സെൻറ്റൻസസ്. പ്രധാനമായിട്ട് ഇത്രയാണ് വരുന്നത്. ഏകദേശം 15 മുതൽ 20 മാർക്ക് വരെ എന്ത് ചെയ്യാം, പരീക്ഷയ്ക്ക് ചോദിക്കാം. ഓക്കെ, ഏകദേശം 15 മാർക്ക് മുതൽ 20 മാർക്കിന് വരെ പരീക്ഷയ്ക്ക് ചോദിക്കും. 15 മാർക്ക് മിനിമം ചോദിക്കും ഗ്രാമർ പോർഷൻസ്. അപ്പോൾ അതുകൊണ്ട് റൂൾസ് എല്ലാം നല്ല തറവായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അത് തന്നെയാണ് വീണ്ടും പഠിക്കുന്നത്. ചില കൂട്ടിച്ചേർക്കലുകൾ മാത്രം. കുറച്ചധികം കാര്യങ്ങൾ, കുറച്ച് കൂട്ടിച്ചേർക്കലുകളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇനി അടുത്തൊരു പരീക്ഷ നിങ്ങൾക്ക് വരുന്നത്, അടുത്തൊരു പരീക്ഷയ്ക്ക് നിങ്ങൾ തരും, മോഡൽ എക്സാം ഇവിടുന്ന് തരും. ആ മോഡൽ എക്സാമിന് കറക്റ്റ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന തരത്തിൽ എങ്ങനെയാണ് ഗ്രാമർ ചോദിക്കുന്നത്. ഗ്രാമർ മാത്രമായിട്ട് ചിലപ്പോൾ ഒരു പരീക്ഷ ഉണ്ടാവും, ബാക്കിയുള്ളത് ഒരു പരീക്ഷ ഉണ്ടാവും, ചിലപ്പോൾ രണ്ടും കൂടി ചേർത്തൊരു പരീക്ഷ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഞാൻ ഈ പറയുന്ന രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ഈ പറയുന്ന തരത്തിൽ തന്നെ ഉത്തരങ്ങൾ എഴുതി ശീലിക്കുക. ഏത് ഗ്രാമർ പോർഷൻസ്. പ്രധാനമായിട്ടും ടെൻസ് ഫോം, കറക്റ്റ് ടെൻസ് ഫോം നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചത് തന്നെ എഡിറ്റിംഗ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ചോദിക്കുന്നത്. ഇവിടെ ചോദിക്കുമ്പോൾ ഏതെങ്കിലും ഒരു നോട്ടീസ് എഡിറ്റ് ചെയ്യാനോ സ്പീച്ച് എഡിറ്റ് ചെയ്യാനോ അങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. സെമിനാർ റിപ്പോർട്ട് എഡിറ്റ് ചെയ്യാൻ, മനസ്സിലായോ? സെമിനാർ റിപ്പോർട്ട് നോട്ടീസ് എഡിറ്റ് ചെയ്യാൻ ചോദിക്കും, സെമിനാർ റിപ്പോർട്ട് എഡിറ്റ് ചെയ്യാൻ ചോദിക്കും, പിന്നെ ഒരു സ്പീച്ചിൻ്റെ കുറച്ച് ഭാഗങ്ങൾ തന്നിട്ട് അത് എഡിറ്റ് ചെയ്യാൻ ചോദിക്കും. ഈ രീതിയിലാണ് ചോദിക്കുന്നത്. പഴയ രീതി തന്നെയാണ് ഗ്രാമർ മിസ്റ്റേക്സ്. പിന്നെ പാസീവ് വോയിസിലേക്ക് മാറ്റാനുള്ള സെൻറ്റൻസുകൾ അതുണ്ട്. പിന്നെ പ്രധാനമായിട്ടും റിപ്പോർട്ടഡ് സ്പീച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ചെറിയ നിസ്സാര കാര്യങ്ങൾ കാരണം മാർക്ക് പോകുന്നതുമാണ്. എളുപ്പമാണ്, വളരെ പഠിക്കാൻ എളുപ്പമായിട്ടുള്ള സാധനമാണ് റിപ്പോർട്ടഡ് സ്പീച്ച്. പക്ഷേ ചെറിയ അശ്രദ്ധകൾ കാരണം എന്ത് ചെയ്തു പോകും, നമുക്കത് മാർക്ക് പോകും. ആർക്കെങ്കിലും പറയാം, നമ്മൾ കഴിഞ്ഞ വർഷം വരെ റിപ്പോർട്ടഡ് സ്പീച്ച് പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നത് ഏത് തരത്തിലാണ്? എല്ലാവരും റെസ്പോണ്ട് ചെയ്യണം. കഴിഞ്ഞ വർഷം നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ റിപ്പോർട്ടഡ് സ്പീച്ച് ക്വസ്റ്റ്യൻ ഏത് തരത്തിലാണ്? കോൺവെർസേഷൻ, ഇൻ ദ ഫോം ഓഫ് എ കോൺവെർസേഷൻ, അല്ലേ? ഒരു കോൺവെർസേഷനും ഫോമിലാണ്. 2 പേർ തമ്മിലുള്ള, അപ്പോൾ നോക്കൂ, എയും ബിയും 2 പേരുടെ പേരാണെന്ന് കരുതുക. ശ്രദ്ധിക്കാം. അപ്പോൾ ഈ രീതിയിലാണ് ചോദിച്ചിരുന്നത്, അല്ലേ? അപ്പോൾ ഇതിനെ ഇങ്ങനെ ചോദിക്കും. വാട്ട് ഡിഡ് എ ആസ്ക്? വാട്ട് വാസ് ദ റിപ്ലൈ ഓഫ് ബി? ഇങ്ങനെയാണ് ചോദിക്കുന്നത് പരീക്ഷയ്ക്ക്. വാട്ട് ഡിഡ് എ ആസ്ക്? വാട്ട് വാസ് ദ റിപ്ലൈ ഓഫ് ബി? ഈ തരത്തിലാണ് എന്ത് ചെയ്തിരുന്നത്, കഴിഞ്ഞ വർഷം വരെ ചോദിച്ചിരുന്നത്. ഇപ്പോഴങ്ങനെ ചോദിച്ചുകൂടാന്നല്ല, അങ്ങനെയും ചോദിക്കാം. ഓക്കെ, ബെസ്റ്റ്. അയാന AH ആദ്യം തന്നെ ഉത്തരം തെറ്റിച്ച് എഴുതിയിട്ടുണ്ടേ, മിടുക്കി. ഞാൻ റൂള് പറയുന്നതിന് മുമ്പ് തന്നെ അവൾ ഉത്തരം എന്തായാലും ആണായാലും അയനയുടെ പേര് അത് തന്നെയാണെന്ന് എനിക്കറിയില്ല, ഇനി അതിലുള്ള പേരാണെന്ന് അറിയില്ല. എന്തായാലും ആ ഉത്തരം തെറ്റാണ് കേട്ടോ. വാട്ട് ഡിഡ് ഷീ വാണ്ടഡ്? ഓക്കെ, അയനാന്ന് തന്നെ. അയന എഴുതിയ ഉത്തരം തെറ്റാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ എഴുതും? എ ആസ്ക്ഡ് ബി വാട്ട്. ഇപ്പം ബി ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ആൺകുട്ടി, ഇപ്പം ആ പെൺകുട്ടിയായിട്ട് എടുക്കുകയാണ്. വാട്ട് ഷീ വാണ്ടഡ്. എ ആസ്ക്ഡ് ബി വാട്ട് ഷീ വാണ്ടഡ്. ഇതാണ്. ഓക്കെ,
അപ്പം അടുത്ത് ബി റിപ്ലൈഡ് ദാറ്റ് ഷീ വാണ്ടഡ് സം വാട്ടർ. ഞാൻ റോളൊന്നും പറയുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ എഴുതുന്നതേ ഉള്ളൂ, വേറെ ഒന്നും നോക്കണ്ട. വോയിസ് ക്ലിയർ അല്ല, നിങ്ങളുടെ നെറ്റ്വർക്കിന്റെ പ്രശ്നമായിരിക്കും. ബാക്കി എല്ലാവർക്കും വോയിസ് ക്ലിയർ ആണോ? വോയിസ് ക്ലിയർ ആണോ? ആണ്. അപ്പോൾ 1-2 പേർക്കുള്ള പ്രശ്നമാണ്. ഈ മഴ കാരണം ഡിഡ് മാത്രമേ തെറ്റിയുള്ളൂ. ഡിഡ് മാത്രമേ തെറ്റിയുള്ളൂ എന്ന് പറഞ്ഞാൽ ഡിഡ് അത് അങ്ങനെ എഴുതിയാലും തെറ്റാണ്. അത് നിങ്ങൾക്ക് ഒരിക്കലും മാർക്ക് ചെയ്യില്ല. പ്രത്യേകിച്ച് നിങ്ങൾ ഹയർ സെക്കൻഡറി സ്റ്റുഡൻസ് ആണ്, +1 സ്റ്റുഡൻസ് ആണ്. ഇപ്പോൾ ഡിഡ് മാത്രമേ തെറ്റിയുള്ളൂ എന്ന് പറഞ്ഞു, ശരിയാണ്. വാട്ട് ഷീ ഡിഡ് വാണ്ടഡ് എന്ന് ഒരിക്കലും പറയില്ല. ഡിഡ് പ്ലസ് വാണ്ട് ആണ് നമ്മൾ വാണ്ടഡ് എന്ന്. ഒന്നിലും ഡിഡ് വാണ്ട് എന്നെങ്കിലും എഴുതുക. ഡിഡ് വാണ്ട് എന്ന് എഴുതാൻ തെറ്റാണ്, രണ്ടും കൂടെ ചേർത്ത് വാണ്ടഡ് എന്ന് തന്നെ എഴുതണം. എനിവേ അത് നമ്മളെ പ്രശ്നമല്ല, അതൊക്കെ തെറ്റൊക്കെ സംഭവിക്കും. ഇനി തെറ്റരുത്, ഇനി ആ തെറ്റ് ആവർത്തിക്കരുത്. അതിന് വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. ഓക്കെ, സോ ഈ രീതിയിലാണ് നമ്മൾ ഇതുവരെ എന്ത് ചെയ്തത്? 10ാം ക്ലാസ് വരെ ഉള്ള ചോദ്യങ്ങളിൽ എന്ത് കണ്ടിട്ടുള്ളത്? റിപ്പോർട്ടഡ് സ്പീച്ച് കണ്ടിട്ടുള്ളത് അല്ലേ? ശരിയല്ലേ? ഇതിപ്പോൾ ആരും എഴുതാൻ വേണ്ടിയിട്ടല്ല, ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ എഴുതിയതേ ഉള്ളൂ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഹയർ സെക്കൻഡറി ലെവലിൽ റിപ്പോർട്ടഡ് സ്പീച്ച് എങ്ങനെയാണ് ചോദിക്കുന്നത്. ഓക്കെ, ഹയർ സെക്കൻഡറി ലെവലിൽ റിപ്പോർട്ടഡ് സ്പീച്ച് എങ്ങനെയാണ് ചോദിക്കുന്നത്? ഒരു പാസേജ് റിപ്പോർട്ട് ചെയ്യാനാണ് ചോദിക്കുന്നത്. മനസ്സിലായോ? ഒരു പാസേജ് റിപ്പോർട്ട് ചെയ്യാനാണ് ചോദിക്കുന്നത്. നിങ്ങളിപ്പോൾ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ? പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ആണോ? യെസ്, പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലുള്ള ഒരു മെയിൻ ആക്ടിവിറ്റി റിപ്പോർട്ടിംഗ് ഓഫ് എ പാസേജ് ആണ്. ഒരു പാസേജ് റിപ്പോർട്ട് ചെയ്യാൻ അതിലെ ക്യാരക്ടേഴ്സിനെ കുറിച്ച് പഠിച്ചോ? അതിലെ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തോ? രാജീവ് സാറല്ലേ പഠിപ്പിക്കുന്നത്? ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോ? തുടങ്ങിയതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതിലെ 2 ക്യാരക്ടേഴ്സ് തമ്മിൽ മാഗി ആൻഡ് ഗുപ്ത. ഓക്കെ, എനിവേ അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ്റെ ഒരു പാസേജ് ഉണ്ട്. അതിൽ ഒരുപാടുണ്ട്. അവർ തമ്മിലുള്ള കോൺവെർസേഷൻ ഇൻസ്റ്റൻസസ് ഒരുപാടുണ്ട് ആ പാഠത്തിൽ. അത് ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റ് തന്നിട്ട് അത് മുഴുവനായിട്ട് ഒരു പാസേജ് വൈസ് റിപ്പോർട്ടിംഗ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ പാസേജ് വൈസ് റിപ്പോർട്ടിംഗ് ആകുമ്പോൾ അതിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഓക്കെ, ചില കണക്റ്റിംഗ് വേർഡ്സ് ഒക്കെ ചേർക്കാറുണ്ട്, ചില കൺജങ്ഷൻസ് ഒക്കെ ചേർത്തിട്ട് വേണം എന്ത് ചെയ്യാൻ, എഴുതാൻ. അതൊക്കെ കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. പിന്നെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് എക്സെപ്ഷൻസ്. ഓക്കെ, റിപ്പോർട്ടഡ് സ്പീച്ചിലുള്ള കുറച്ച് എക്സെപ്ഷൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. എല്ലാവരും ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇതിൻ്റെ റൂൾസിൻ്റെ നോട്ട്സ് വേണോ? അതിപ്പോൾ എഴുതിയെടുക്കണോ? ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയാൽ മതിയോ? വേണം. അപ്പം ഞാൻ പറയുമ്പം നിങ്ങൾ അതും കൂടെ ഒന്ന് എഴുതിയെടുത്തോളണം, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട്. ഓക്കെ, നമുക്ക് അങ്ങനെ തന്നെ പോകാം. അപ്പോൾ ഡയറക്റ്റ് സ്പീച്ച് ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച് അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലേ? റിപ്പോർട്ടഡ് സ്പീച്ച്. റിപ്പോർട്ടഡ് സ്പീച്ച് എന്നുള്ളൊരു ചോദ്യം എല്ലാവരും ശ്രദ്ധിക്കുക. റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്ന ഒരു ചോദ്യം ഒരു പാസേജ് റിപ്പോർട്ട് ചെയ്യാൻ ചോദിക്കാം, അതല്ലെങ്കിൽ കോൺവെർസേഷൻ റിപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കും ചോദിക്കുന്നത്. 2 രീതിയിലും ചോദിക്കും. മോസ്റ്റ് പ്രോബബ്ലി ഏത് രീതിയിലായിരിക്കും ചോദിക്കുക? പാസേജ് റിപ്പോർട്ട് ചെയ്യാനായിരിക്കും ചോദിക്കുക. ഓക്കെ, പാസേജ് റിപ്പോർട്ട് ചെയ്യാനായിരിക്കും ചോദിക്കുക. ഇതല്ലാതെ റിപ്പോർട്ടഡ് സ്പീച്ച് യൂസ് ചെയ്യേണ്ട മറ്റൊരു സന്ദർഭം കൂടിയുണ്ട്. ആർക്കെങ്കിലും പറയാമോ എവിടെയാണെന്ന്? നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. വേറെ ഏത് സാഹചര്യത്തിലാണ് റിപ്പോർട്ടഡ് സ്പീച്ച് യൂസ് ചെയ്യുന്നത്? മിടുക്കന്മാരോ മിടുക്കികളോ ഉണ്ടെങ്കിൽ പറയൂ. ഇത്തരത്തിൽ ഡയറക്റ്റ് സ്പീച്ച് ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കാനുള്ളൊരു ചോദ്യം ഉണ്ടാവും. അതിന് പുറമെ ഈ സാധനം റിപ്പോർട്ടഡ് സ്പീച്ച് ഉപയോഗിക്കുന്ന മറ്റൊരു ചോദ്യം നിങ്ങൾക്ക് അതിൽ നിന്ന് 1 മാർക്ക് കിട്ടും. റിപ്പോർട്ടഡ് സ്പീച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതെന്താണ്? ആരുമില്ല, ഒരൊറ്റ എണ്ണം മറുപടി പറഞ്ഞില്ല. എഡിറ്റിംഗ് അല്ല. പറഞ്ഞു, ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. ഏതാണ്? ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ്. ഏതാണ്? ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ എന്ത് ചെയ്യാൻ? ആരുടെയെങ്കിലും കമൻസ് ഒക്കെ നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലേ?
കുറച്ച് ത്രോട്ട് പ്രോബ്ലം ഉണ്ട്, അതാണ്. ന്യൂസ് പേപ്പർ റിപ്പോർട്ടിനകത്ത് ഈ സാധനം ഉപയോഗിക്കുന്നതിന് ഒരു മാർക്കുണ്ട്. ഞാൻ ഇത്രയും ശബ്ദത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ? ഇപ്പം പറയുന്ന ഞാൻ ഈ സംസാരിക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ? ക്ലാരിറ്റി ഉണ്ടോ വോയിസിന്? അങ്ങനെ പറഞ്ഞാൽ ഉണ്ടല്ലോ. ഞാൻ ഉറക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും പ്രശ്നമാവും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ റിപ്പോർട്ട് സ്പീച്ച്, ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും അല്ലേ? ഡയറക്റ്റ് സ്പീച്ച് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ദർ വിൽ ബി എ ലോട്ട് ഓഫ് ചേഞ്ചസ്, ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ആ ചേഞ്ചസ് ആണ്. ഓക്കെ, ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ആ ചേഞ്ചസ് ആണ്. ആദ്യം നമുക്ക് ചേഞ്ചസ് ഇൻ ടെൻസ് ഹെഡിങ് കൊടുത്തേ. എല്ലാവരും റിപ്പോർട്ട് സ്പീച്ച് ഹെഡിങ് കൊടുക്കുക, മെയിൻ ഹെഡിങ് കൊടുക്കുക, സൈഡ് ഹെഡിങ് ആയിട്ട് ചേഞ്ചസ് ഇൻ ടെൻസ് എന്ന് കൊടുക്കുക. ഞാൻ എഴുതിയിരിക്കുന്ന കാണുന്നുണ്ടോ? എല്ലാവരും കാണാമോ? പ്രസന്റ് ടെൻസ് എല്ലാം പാസ്റ്റ് ടെൻസ് ആവും. ഡയറക്റ്റ് സ്പീച്ചിലെ പ്രസന്റ് ടെൻസ് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് പോകുമ്പോൾ എല്ലാം പാസ്റ്റ് ടെൻസ് ആകും. അതായത് ഡയറക്റ്റ് സ്പീച്ചിലെ പ്രസന്റ് സിമ്പിൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് പോകുമ്പോൾ പാസ്റ്റ് സിമ്പിൾ ആവും. കേൾക്കുക, ഞാനത് പ്രത്യേകിച്ച് ഓരോന്നോരോന്നെ എടുത്ത് എഴുതിയിട്ടില്ല, നിങ്ങൾ വേണമെങ്കിൽ എവിടെയെങ്കിലും നോട്ട് ചെയ്തിരിക്കണം. ഡയറക്റ്റ് സ്പീച്ചിൽ പ്രസന്റ് സിമ്പിൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് പോകുമ്പോൾ പാസ്റ്റ് സിമ്പിൾ ആകും. ഡയറക്റ്റ് സ്പീച്ചിൽ പ്രസന്റ് കണ്ടിന്യൂസ് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് പോകുമ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് ആകും. ഓക്കെ, ഡയറക്റ്റ് സ്പീച്ചിൽ പ്രസന്റ് പെർഫെക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് പോകുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ആകും. ഡയറക്റ്റ് സ്പീച്ചിൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് പോകുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകും. ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? ഈ പറഞ്ഞ കാര്യമാണ് ഈ എഴുതിയിരിക്കുന്നത്, ഒറ്റ വരിയിൽ എഴുതിയിരിക്കുന്നത്. ഞാനിപ്പോൾ 4 സെന്റൻസ് പറഞ്ഞു, 4 കാര്യം പറഞ്ഞു, ആ 4 കാര്യം കൂടെ ചേർത്താണ് ഇത്രയും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അടുത്ത് ഡയറക്റ്റ് സ്പീച്ചിൽ പാസ്റ്റ് സിമ്പിൾ ആണെങ്കിൽ, ഓക്കെ, എങ്ങനെ ഡയറക്റ്റ് സ്പീച്ചിൽ പാസ്റ്റ് സിമ്പിൾ ആണെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ പാസ്റ്റ് പെർഫെക്റ്റ് ആകും. ഡയറക്റ്റ് സ്പീച്ചിൽ പാസ്റ്റ് സിമ്പിൾ ആണെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ പാസ്റ്റ് പെർഫെക്റ്റ് ആവും. ഡയറക്റ്റ് സ്പീച്ചിൽ പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇത് മുഴുവൻ എഴുതണേ. ഞാൻ കൺസേർവ് പെർ എന്നൊക്കെ എഴുതിയിട്ടുള്ളൂ, അത് മുഴുവൻ എഴുതിക്കൊള്ളണം. പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്നാണ്. പിന്നീട് ആദ്യം പെർ കൺസേർവ് എന്ന് വായിച്ചു കളയരുത്. പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, കിട്ടിയോ? ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? അപ്പോൾ ചേഞ്ചസ് ഇൻ ടെൻസ് എന്ന് ഇത്രയും എഴുതി വെച്ചേ. എഴുതി വെച്ചിട്ട് തംസപ്പ് ചെയ്യുക. പെട്ടെന്ന് എഴുതി കഴിഞ്ഞാൽ തംസപ്പ് ചെയ്യുക. അടുത്ത കാര്യം പറയാൻ പോവാണ്. എഴുതിയാ? ഇത് മായ്ക്കട്ടെ. ഇനി സബ്ജക്ട്സ്, അതായത് പ്രൊനൗണായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന സബ്ജക്ട്സിൻ്റെ കാര്യമാണ് പറഞ്ഞത്. സബ്ജക്ട് മേ എയ്തർ ബി എ നൗൺ ഓർ എ പ്രോനൗൺ. സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താവാം? ഒരു നൗൺ ആകാം, ഒരു പ്രോനൗൺ ആകാം, അല്ലേ? സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു നൗൺ ആകാം, ഒരു പ്രോനൗൺ ആകാം. ക്ലിയർ അല്ലേ? പ്രോനൗൺ ആണെങ്കിൽ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ പ്രോനൗൺസ് എല്ലാം തേർഡ് പേഴ്സൺ ആകും. ഓക്കെ, പ്രോനൗൺ ആണ് ഇതിലുള്ളതെങ്കിൽ എല്ലാ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ പ്രോനൗൺസ് എല്ലാം എന്താവും? തേർഡ് പേഴ്സൺ ആവും. അത് ഓരോന്ന് വരുന്നിട്ട് എഴുതിക്കോ. ചേഞ്ചസ് ഇൻ പ്രൊനൗൺസ്. ചേഞ്ചസ് ഇൻ പ്രൊനൗൺസ് എന്ന് ഹെഡിങ് കൊടുത്തേ. കൊടുത്തോ?
എന്നിട്ട് ഓരോന്നായിട്ട് എഴുതിക്കോ. ചേഞ്ച്. ഐ, ആദ്യം ഐ. ഹി ഓർ ഷീ. ഐ, ഹി ഓർ ഷീ. എങ്ങനെ എഴുതാൻ വയ്യ, അതാണ് ഞാൻ. ഐ എന്താവും? ഹിയോ ഷിയോ ആവും. ആ രീതിയിലാണ് എഴുതേണ്ടത്. ഐ, ഹി ഓർ ഷീ. അടുത്ത് മീ, ഹിം ഓർ ഹെർ. മീ, ഹിം ഓർ ഹെർ. അടുത്ത് സൗണ്ട് നോട്ട് ക്ലിയർ. ഓക്കെ, അപ്പോൾ എഴുതാം. മൈ, ഹിസ് ഓർ ഹെർ. മഴ ആയതുകൊണ്ടായിരിക്കും വോയിസ് ക്ലിയർ അല്ലാത്തത്. അടുത്ത് യു, ഐ, വി, ഹി, ഇങ്ങോട്ട് എഴുതിയാൽ കാണാമോ? ബാക്കി ഇങ്ങോട്ട് എഴുതാണേ. ഓക്കെ, പ്രൊനൗൺസ് ചേഞ്ച് നോക്കൂ. ഐ, ഹിയോ ഷിയോ ആകും. ഓക്കെ, ജെൻഡർ അനുസരിച്ച് ഹിയോ ഷിയോ. നമ്മൾ ചോദ്യം കണ്ട് അതിൽ ജെൻഡർ അനുസരിച്ച് ഐ, ഹിയോ ഷിയോ ആവും. മീ, ഹിം ഓർ ഹെർ ആവും. സെക്കൻഡ് പേഴ്സൺ ആണ്. ഹിം ഓർ ഹെർ ആവും. മൈ, ഹിസ് ഓർ ഹെർ ആവും. മൈ, ഹിസ് ഓർ ഹെർ ആവും. യു, ഐ, വി, ഹി, ഷീ, ദേ. ഐ അല്ലെങ്കിൽ ഐ, വി, ഹി, ഷീ, ദേ. അടുത്ത യുവർ, ഹിസ്, ഹെർ, ഓർ, ദെയർ, മൈ. അടുത്ത വി, ദേ. ബാക്കി ഇവിടെ എഴുതിയിരിക്കുന്നത് നോക്കാം. വി, ദേ ആകും. എസ്, ദം ആവും. ഇതാണ് പ്രൊനൗൺസ് ചേഞ്ച്. മൈക്ക് ഓഫ് ചെയ്യ്. ആരെ മൈക്ക് ഓഫ് ചെയ്യാൻ പറഞ്ഞ? എൻ്റെ കൂടെ ആണോ? അപ്പോൾ ഒന്ന് എഴുതിയേ, ഇതൊന്ന് എഴുതിയേ, വേഗം ഇതൊന്ന് എഴുതിയേ. എഴുതിയിട്ട് തംസപ്പ് ചെയ്യുക. എഴുതി. ഓക്കെ, എഴുതി. എല്ലാവരും എഴുതിയോ? ആരുടെയോ മൈക്കും ക്യാമറയും ഓൺ ആണ്, അത് ഓഫ് ചെയ്യുക. അടുത്ത ചേഞ്ച് പറയാണ്. ഇത് മായ്ക്കുകയാണേ. എഴുതാത്തൊരു വേഗം ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. എഴുതാത്തൊരു ഈ കാണുന്ന സ്ക്രീനിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. അപ്പോൾ പിന്നീട് എഴുതിയെടുക്കാം. ക്ലിയർ ആണ്? അടുത്ത ഹെഡിങ് എഴുതുക. ചേഞ്ചസ് ഇൻ ഓക്സിലറി വെർബ്സ്. ചേഞ്ചസ് ഇൻ auxiliary verbs. നോക്കൂ, ചേഞ്ചസ് ഇൻ ഓക്സിലറി വെർബ്സ് ഏതൊക്കെയാണ്? ഈസ്, ആം, വാസ് ആവും. ആറ് വേറാകും. ഹാസ്,
ഹാവ്, ഹാഡ് ആകും. ഡയറക്റ്റ് സ്പീച്ചിലെ ഈസും ആമും ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് പോകുമ്പോൾ വാസും, ഡയറക്റ്റ് സ്പീച്ചിൽ ആറ്, ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് പോകുമ്പോൾ വേറെ, ഡയറക്റ്റ് സ്പീച്ചിൽ ഹാസ്, ഹാവ്, ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് പോകുമ്പോൾ ഹാഡ്. അടുത്ത് ഡയറക്റ്റ് സ്പീച്ചിൽ ഡു, ഡസ്, ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് പോകുമ്പോൾ ഡിഡ്. പ്രൈമറി ഓക്സിലറീസ് ആയി. ഇനി മൊഡാൽ ഓക്സിലറീസ് ആണ്. മൊഡാൽ ഓക്സിലറീസ് ഏതൊക്കെയാണ്? വിൽ എന്താകും? വുഡാകും. ഷോൾ എന്താകും? ഷുഡാകും. ഇത് എല്ലാവരും ഇങ്ങനെ ഒന്ന് വരച്ചോളണം. ഒരു എക്സെപ്ഷൻ ഉണ്ട് ഇതിൽ, അത് നമ്മൾ പിന്നീട് പറയും. ഷോൾ ഷുഡാവോ എന്ന് എഴുതിയിട്ട് അതിന് ചുറ്റും ഒന്ന് വരച്ചു വയ്ക്കുക. ഒരു വേറെ ഏതെങ്കിലും ഒരു കളർ പെൻ ഉണ്ടെങ്കിൽ ആ കളർ പെൻ കൊണ്ട് അണ്ടർലൈൻ ചെയ്ത് വെച്ചിരുന്നാലും മതി. ഓക്കെ. അടുത്ത് വിൽ വുഡാവും, ഷാൾ ഷുഡാവും, ക്യാൻ കുഡാവും, മേ മൈറ്റ് ആകും, മസ്റ്റ് തൽക്കാലം നിങ്ങൾ ഹാഡ് ടു ആകുമെന്ന് പഠിച്ചു വയ്ക്കുക. ഹാഡ് ടു. മസ്റ്റിന് ഒരു ചെറിയ എക്സെപ്ഷൻ ഉണ്ട്. മസ്റ്റിന് ചെറിയൊരു എക്സെപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഷോൾ വരച്ചതുപോലെ ഇതും കൂടെ ഒന്ന് വരച്ചു വയ്ക്കുക. മസ്റ്റിൻ്റെ കാര്യം. മസ്റ്റ് ഇപ്പം നിങ്ങൾ പഠിക്കുക ഹാഡ് ടു ആകുമെന്ന് തൽക്കാലം പഠിച്ചു വയ്ക്കുക. മസ്റ്റ് എന്താകും? ഹാഡ് ടു ആകുമെന്ന്. റേഞ്ച് ഉണ്ട്, ബോർഡ് ക്ലിയർ അല്ല. നിങ്ങൾ ക്ലിയർ അല്ലേ? കൗണ്ട് ചെയ്തിടേ ചെയ്യണം കേട്ടോ. ഷോൾ ഷുഡും മസ്റ്റ് ഹാഡ് ടു ഇതൊരു എക്സെപ്ഷൻ ആണ്. ദയവ് ചെയ്ത് പിന്നീട് എന്നോട് ചോദിക്കണം എന്തിനാണ് വരച്ചെന്നില്ല. ഞാൻ ചിലപ്പോൾ മറന്നു പോകും പറഞ്ഞുതരാം. എഴുതിയോ? ഇനി നീഡ് ഹാഡ് ടു തന്നെ. നീഡിൻ്റെ ആണെങ്കിൽ ചേഞ്ച് ഇല്ല. നെഗറ്റീവ് ഫോം ആണെങ്കിൽ, നീഡിൻ്റെ നെഗറ്റീവ് ഫോം നീഡ് നോട്ട് എന്നോ നീഡിൻ്റെ ഒന്നോ ആണെങ്കിൽ നോ ചേഞ്ച്. നീഡാണെങ്കിൽ ഹാഡ് ടു, ബാക്കിയൊന്നും ചേഞ്ച് ഇല്ല. എത്രയാണ് ചേഞ്ച്? നീഡാണെങ്കിൽ ഹാഡ് ടു, നീഡിൻ്റെ ആണെങ്കിൽ അത് തന്നെ എഴുതുക, വേറെ ചേഞ്ച് ഇല്ല. അപ്പം ഇത്രയും ചേഞ്ചസ് എഴുതി വെച്ചോ. ഇത്രയും ചേഞ്ചസ് എഴുതി വെച്ചോ. ഞാൻ മായ്ക്കട്ടെ. ഇത് അടുത്ത ചേഞ്ച് പറയട്ടെ. ഇത് മാറ്റിയിട്ട് അടുത്ത ചേഞ്ച് പറയട്ടെ. ഓട്ടിൻ്റെ മാറ്റമല്ല. അത് ഞാൻ എക്സാമ്പിൾ വരുമ്പോൾ നമ്മളത് പറയും. ഓട്ടിന് മാറ്റമില്ല. ഓ ടു യൂസ്ഡ് ടു മാറ്റമില്ല. ഓ ടു യൂസ്ഡ് ടു മാറ്റമില്ല കേട്ടോ. മായ്ക്കട്ടെ. ഇനി ഒരു ചേഞ്ച് കൂടെ പഠിക്കാണ്ട്. നാലാമത്തെ ചേഞ്ചാണ് ചേഞ്ചസ് ഇൻ വേർഡ്സ്. അടുത്ത ഹെഡിങ് കൊടുക്കുക, ചേഞ്ചസ് ഇൻ വേർഡ്സ്. ചേഞ്ചസ് ഇൻ വേർഡ്സ്. ഓക്കെ ആണോ? ചേഞ്ചസ് ഇൻ വേർഡ്സ് നോക്കിയേ. നോക്കാം ഓരോന്നും എന്താണെന്ന് നോക്കാം. ടുഡേ ദാറ്റ് ഡേ, ടുഡേ ദാറ്റ് ഡേ, ടുമോറോ ദ നെക്സ്റ്റ് ഡേ,
or the following day. Yesterday, the previous day. Yesterday, the previous day. അടുത്ത here, there, this, that, these, those. ബാക്കി ഇങ്ങോട്ട് എഴുതട്ടെ. come, go, ago, before, now, then, thus, so, next, the following. ഓക്കെ, സോ ടുമോറോ ദ ഫോളോയിങ് ഡേ എന്ന് എഴുതിയാൽ തെറ്റില്ല, ഒരു തെറ്റുമില്ല. ദ ഫോളോയിങ് ഡേ എന്ന് എഴുതാം, കുഴപ്പമൊന്നുമില്ല. ദ നെക്സ്റ്റ് ഡേ എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, ടുഡേ, ദാറ്റ് ഡേ, ഓർ ദ പ്രസന്റ് ഡേ എന്ന് വേണമെങ്കിൽ എഴുതാം. ദാറ്റ് ഡേ എഴുതിയാൽ മതി. ടുമോറോ ദ നെക്സ്റ്റ് ഡേ, യെസ്റ്റർഡേ ദ പ്രീവിയസ് ഡേ, ഹിയർ ദർ, ദിസ് ദാറ്റ്, ദീസ് ദോസ്, കം ഗോ, എഗോ ബിഫോർ, നൗ ദെൻ, thus, so. ഇനി നെക്സ്റ്റ് ചേർന്ന് വരുന്ന സാധനങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ മാറിത്തരാം, ഒന്ന് പറഞ്ഞിട്ട് മാറിത്തരാമേ. നെക്സ്റ്റ് ചേർന്ന് വരുന്ന സാധനങ്ങൾ ഞാൻ മാറി ഫോളോയിങ് ചേർത്ത് എഴുതുക. നെക്സ്റ്റ് വീക്ക് ആണെങ്കിൽ ദ ഫോളോയിങ് വീക്ക്. ഓക്കെ, നെക്സ്റ്റ് ഇയർ ആണെങ്കിൽ ദ ഫോളോയിങ് ഇയർ. നെക്സ്റ്റ് മന്ത് ആണെങ്കിൽ ദ ഫോളോയിങ് മന്ത് എന്നാക്കുക. ഓക്കെ, അതാണ് ഈ നെക്സ്റ്റ് ദ ഫോളോയിങ് എന്ന് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഇവിടെ കിട്ടിയോ? എഴുതിക്കോ. എഴുതിയോ? എല്ലാവരും എഴുതിയോ? ഓക്കെ, മായ്ക്കട്ടെ. എഴുതാത്തൊരു ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. എന്നെ ചേർത്തെടുത്ത് വയ്ക്കരുതേ, ഞാനില്ലാതെ സ്ക്രീൻഷോട്ട് എടുത്ത് പോയി. ഏതെങ്കിലും വാക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നീട് നമുക്ക് ഓർമ്മിച്ച് പറയാം. ഇനി നമുക്ക് ഓരോ റൂൾസിലോട്ട് പോവാണ്. ആദ്യം സ്റ്റേറ്റ്മെന്റ്സ്. സ്റ്റേറ്റ്മെന്റ്സിന്റെ റിപ്പോർട്ടിംഗ് എങ്ങനെയാണെന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. എന്താണ് സ്റ്റേറ്റ്മെന്റ്സിന്റെ റിപ്പോർട്ടിംഗ് എങ്ങനെയാണ്? സ്റ്റേറ്റ്മെന്റ്സ് എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇന്ന് ആദ്യം നോക്കാൻ പോകുന്നത്. How can we identify a statement? സ്റ്റേറ്റ്മെന്റ് ആണെന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് സ്റ്റേറ്റ്മെന്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്താണ് സ്റ്റേറ്റ്മെന്റ്? ഓർ ഹൗ ക്യാൻ വി ഐഡന്റിഫൈ എ സ്റ്റേറ്റ്മെന്റ്? ഐ എം ആസ്കിംഗ് യു, ഹൗ ക്യാൻ വി ഐഡന്റിഫൈ എ സ്റ്റേറ്റ്മെന്റ്? നോ ക്വസ്റ്റ്യൻ വേർഡ്സാ. അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. ടെൻസസ്
Start with a subject. That's right. Okay. എന്താണ്? Statements always begin with a subject. Okay. Statements ഇനി ആര് ചോദിച്ചാലും പറയണം. മോശമാണ് പറഞ്ഞായിരുന്ന മോശമാണ് +1 Statements always begin with a subject. Statements always begin with a subject. ഒരു സബ്ജക്റ്റിലായിരിക്കും എപ്പോഴും എന്ത് തുടങ്ങുക? ഒരു സ്റ്റേറ്റ്മെന്റ് തുടങ്ങുക. ഓക്കെ. ends with the full stop. ഓക്കെ, ശരിയാണ്. ends with the full stop. ഓക്കെ. അപ്പോൾ ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്നു. ഫുൾ സ്റ്റോപ്പിലാണ് അവസാനിക്കേണ്ടത്. മെയിനായിട്ട് നമ്മൾ പറയേണ്ട കാര്യം എന്താണ്? A statement always begins with a subject. അല്ലെങ്കിൽ statements always begin with a subject. ഓക്കെ, സബ്ജക്റ്റിൽ തുടങ്ങുന്ന സെന്റൻസുകളാണ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് റിപ്പോർട്ട് ചെയ്യാൻ നേരത്തെ നമുക്ക് റിപ്പോർട്ടിംഗ് വെർബും കണക്റ്റിംഗ് വേർഡും വേണമല്ലോ. റിപ്പോർട്ടിംഗ് വെർബും കണക്റ്റിംഗ് വേർഡും നമുക്ക് വേണമല്ലോ. അപ്പോൾ ഇതിനുള്ള റിപ്പോർട്ടിംഗ് വെർബുകളാണ് റിപ്പോർട്ടിംഗ് വെർബ്. സ്റ്റേറ്റ്മെന്റ്സിനുള്ള റിപ്പോർട്ടിംഗ് വെർബുകൾ 1 സെഡ്, ടോൾഡ്, റിപ്ലൈഡ്, ഡിക്ലെയർഡ്, സ്റ്റേറ്റഡ്, റെസ്പോണ്ടഡ്. ഓക്കെ, ഒരുപാട് ഇനിയുണ്ട്. നമുക്ക് തൽക്കാലം ഇത്രയും എഴുതി വയ്ക്കുക. സെഡ്, ടോൾഡ്, റിപ്ലൈഡ്, ഡിക്ലെയർഡ്, സ്റ്റേറ്റഡ്, റെസ്പോണ്ടഡ്. എന്താണ് രശ്മി RC, നിക്കി 2, JVMK, കിപ്പ്, ADCG എന്തെങ്കിലും കോഡാണ്? രശ്മി ഒരു മെസ്സേജ് ഇട്ടേക്കുന്നത് എന്താണ്? ഇതൊന്ന് എഴുതിയെടുക്കൂ. റിപ്പോർട്ടിംഗ് വെബ്സ്, സ്റ്റേറ്റ്മെന്റ്സിലെ റിപ്പോർട്ടിംഗ് വെബ്സ് ഇതാണ്. ഇനി കണക്റ്റിംഗ് വേർഡ് എന്താണ്? കണക്റ്റിംഗ് വേർഡ് ദാറ്റ് അല്ലേ? കണക്റ്റിംഗ് വേർഡ് ദാറ്റ്, റിപ്പോർട്ടിംഗ് വെർബ് സെഡ്, ടോൾഡ്, റിപ്ലൈഡ്, ഡിക്ലെയർഡ്, സ്റ്റേറ്റഡ്, റെസ്പോണ്ടഡ്. ഇനിയുണ്ട് വാങ്ങിക്കട്ടെ. വേറൊന്നുകൂടെ ഉണ്ട്. ഇപ്പോൾ ഓർമ്മ വന്നു, അഫേംഡ് എന്ന് പറഞ്ഞ് ഓർമ്മ. അഫേംഡ് ഇത്രയും ഞാൻ പറയാൻ കാരണം നമുക്ക് സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇത് ചെറിയ ചേഞ്ച് വരുത്തേണ്ടി വരും. ഓക്കെ, ചില സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇതിൽ ചില മാറ്റങ്ങൾ നമ്മൾ റിപ്പോർട്ടിംഗ് വെർബ് എപ്പോഴും ഉപയോഗിക്കാം, സെഡും ടോൾഡും എപ്പോഴും ഉപയോഗിക്കാം, കുഴപ്പമില്ല. എങ്കിലും ഇത് ഓരോന്ന് ഉപയോഗിക്കേണ്ട സന്ദർഭങ്ങളുണ്ട്. സെഡ്, ടോൾഡ്, റിപ്ലൈഡ്, ഡിക്ലെയർഡ്, സ്റ്റേറ്റഡ്, റെസ്പോണ്ടഡ്, അഫേംഡ്. കണക്റ്റിംഗ് വേർഡ് ദാറ്റ്. സോറി ഇവിടെ ഈ സൈഡ് ക്യാമറ കുറച്ച് ഇങ്ങോട്ടിരിക്കുന്നതുകൊണ്ടാണ്. എഴുതി കഴിഞ്ഞാൽ തംസപ്പ് ചെയ്യുക കേട്ടോ. കമാൻഡ് റിക്വസ്റ്റഡ് ഇല്ല, അത് ഇതിൻ്റെ അല്ല. അയാന കമാൻഡ് റിക്വസ്റ്റഡും ഒക്കെ വേറെ, അത് ഇതിൻ്റെ അല്ല, സ്റ്റേറ്റ്മെന്റ്സിൻ്റെ അല്ല. അത് റിപ്പോർട്ടിംഗ് വെർബാണ്. റിപ്പോർട്ടിംഗ് വെർബ്സ് ഓഫ് ഇംപെരറ്റീവ് സെന്റൻസ് ആണ്, അത് ഇതിൻ്റെ അല്ല. ഓക്കെ, ബാക്കിയാണ്. നമുക്ക് ഓരോന്നിൻ്റെ ഓരോ സിമ്പിൾ എക്സാമ്പിൾ ഇവിടെ നോക്കിപ്പോ അല്ലേ. ബാക്കി നമ്മുടെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് എല്ലാ റൂളും പഠിച്ചു കഴിഞ്ഞിട്ട് ഒരുമിച്ച് ചെയ്താൽ പോരെ. ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ച് കേൾക്കുക. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ്
4 റൂളും പഠിച്ചതിന് ശേഷം ഒരുമിച്ച് എഴുതിയാൽ പോരെ, കാരണം ഈ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസിനകത്ത് ഇതെല്ലാം വരും. അപ്പോൾ അതുകൊണ്ട് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഇതെല്ലാം റൂളെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ഒരുമിച്ച് എഴുതിയാൽ പോരെ എന്നാണ് ഞാൻ ചോദിച്ചത്. മതിയല്ലോ? മതി. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് സിമ്പിൾ ഒരു എക്സാമ്പിൾ എഴുതാം. ഡയറക്റ്റ് സ്പീച്ച് എപ്പോഴും ഇൻവേർട്ടഡ് കോമയ്ക്കകത്ത് എഴുതാറുള്ളൂ, ഓർമ്മിച്ചോണം. ഹരി സേസ് Hari says, I want to visit my uncle. എല്ലാവരും ഒന്ന് റിപ്പോർട്ട് ചെയ്ത് മെസ്സേജ് ഇട്ടേ. Hari says, I want to visit my uncle. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാം, എന്നിട്ട് അത് ക്ലിയർ ചെയ്യുക. ഓക്കെ ശരിയാണോ തെറ്റാണോ ഞാൻ പറയാം. നോക്കൂ, ഒരു 2 മിനിറ്റ്. അപ്പോൾ നോക്കൂ, ഹരി സേസ് ഐ വോണ്ട് ടു വിസിറ്റ് മൈ അങ്കിൾ. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണോ? എന്നാണ് ആദ്യം നോക്കേണ്ടതാണ്. ഐ എന്ന സബ്ജക്റ്റിലാണ് തുടങ്ങിയിരിക്കുന്നത് അല്ലേ? ഐ എന്ന സബ്ജക്റ്റിൽ തുടങ്ങിയിരിക്കുന്നതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. എങ്ങനെ സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് ആദ്യം ഹരി സേസ് എന്നുള്ളത് സെഡ് ആവും അല്ലേ? സെഡ്. ഹരി സെഡ്. ഇനി കണക്ടിങ് വേർഡ് ദാറ്റ്. ഹരി സെഡ് ദാറ്റ്. ഇനി ഇതിനകത്തുള്ള എല്ലാം റിപ്പോർട്ട് ചെയ്യണം. ഐ എന്താകും? ഹി ആവും. ഹി ഓർ ഷി ആണ്. ഇവിടെ ഹരി ആയതുകൊണ്ട് ഹി. ഇനി ടെൻസ് ചേഞ്ച് ആണ് നോക്കേണ്ടത്. ഇവിടുത്തെ വെർബ് വാണ്ട് ആണ്. ഐ വാണ്ട്. സബ്ജക്ട് പ്ലസ് V1, അതായത് പ്രസന്റ് സിമ്പിൾ ആണ്. പ്രസന്റ് സിമ്പിൾ എന്താവും? പ്രസന്റ് സിമ്പിൾ പാസ്റ്റ് സിമ്പിൾ ആവും. പാസ്റ്റ് സിമ്പിൾ ആകുമ്പോൾ സബ്ജക്ട് പ്ലസ് V2 ആവും. സബ്ജക്റ്റ് നമ്മൾ എഴുതി, ഹി എഴുതി, ഐ ചേഞ്ച് ആയി ഹി ആയി. ഇനി V2 ഫോം എഴുതണം. വാണ്ടിന്റെ V2 ഫോം വാണ്ടഡ്. വാണ്ടിന്റെ V2 ഫോം എന്താണ്? വാണ്ടഡ്. ദാറ്റ് ഹി വാണ്ടഡ്. നോക്കൂ, ഇവിടെ പ്രസന്റ് സിമ്പിൾ ആയിരുന്നത് ഇവിടെ എന്തായി? ഇപ്പോൾ സബ്ജക്ട് പ്ലസ് V2 പാസ്റ്റ് സിമ്പിൾ ആയി. വാണ്ടഡ് ടു. 2-ന് ശേഷം വെർബിൽ ചേഞ്ച് വരാൻ പാടില്ല. വിസിറ്റ് V1 ഫോമിൽ എഴുതുക, ബേസ് ഫോമിൽ എഴുതുക. മൈ എന്നുള്ളത് എന്താവും? ഹിസ് ആവും. ഹിസ് അങ്കിൾ. ഓക്കെ. ഇനി ഇൻവെർട്ടഡ് കോമയൊന്നും ഇടാൻ പാടില്ല. റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻവെർട്ടഡ് കോമ പാടില്ല. ഇതാണ് ഉത്തരം. എത്ര പേരൊക്കെ ശരിയായി? എല്ലാവരും ഈ സിമ്പിൾ എന്ന് അയച്ചാൽ ശരിയായവരെല്ലാവരും ഈ സിമ്പിൾ ഇട്ടോളൂ. ബോർഡ് ക്ലിയർ അല്ല, ഞാൻ വായിച്ചു തരാം. ഹരി സെഡ് ദാറ്റ് ഹി വാണ്ടഡ് ടു വിസിറ്റ് ഹിസ് അങ്കിൾ. ഹരി സെഡ് ദാറ്റ് ഹി വാണ്ടഡ് ടു വിസിറ്റ് ഹിസ് അങ്കിൾ. എല്ലാവരും ഈ സിമ്പിൾ, എല്ലാവരും ഈ ചിഹ്നം ഇതാണോ നമ്മുടെ ചിഹ്നം? അല്ല. എല്ലാവരും ശരിയായെന്ന് പറഞ്ഞ് ഈ ചിഹ്നമൊക്കെ അങ്ങ് ഇടയാണ്. 1, 2 ചിഹ്നം ഇതൊക്കെ ഇടുന്നുണ്ട്. ബുക്ക് നോക്കുമ്പോൾ അറിയാം എന്താണ് പാടെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് തൽക്കാലം ഇന്ന് വൈൻഡപ്പ് ചെയ്യാം.